ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾ എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ സേഫായിട്ട് ഇരിക്കണം കേട്ടോ. കുറേ പേര് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ തായ്ലൻഡിലായതുകൊണ്ട് നിങ്ങൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടുള്ള എർത്ത് ക്വേക്കിനെ പറ്റിയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ഒരു ട്യൂസ്ഡേ ആണ്. നമ്മുടെ എർത്ത് ക്വേക്ക് ഉണ്ടായത് ഫ്രൈഡേ ആണ് കേട്ടോ. അപ്പോൾ ആക്ച്വലി എനിക്കിതൊരു വലിയൊരു എന്താ പറയുക എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ഫസ്റ്റ് ടൈമാണ് ഞാനിത് അനുഭവിക്കുന്നത്. ഇങ്ങനൊരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നത് ഫസ്റ്റ് ടൈമാണ്. ഞാൻ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ തായ്ലൻഡിലുള്ള മിക്ക ആൾക്കാരുടെയും ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും കേട്ടോ. കാരണം ഇവിടെ എല്ലാവരും പറയുന്നത് ആക്ച്വലി ഇവിടെ അങ്ങനെ എർത്ത് ക്വേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊരു 25 years മുന്നേ ആണ് ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. എന്താണ് സത്യാവസ്ഥ എന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ കേട്ടതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനൊരു വീഡിയോ എടുക്കേണ്ട സാഹചര്യം വരും എന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ ആക്ച്വലി ഫ്രൈഡേ ആണ് ഈ ഒരു എർത്ത് ക്വേക്ക് ഉണ്ടായത്. മ്യാൻമാറിൽ വന്നതിന് ശേഷം അത് ബാങ്കോക്കിലേക്ക് എത്തി. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് നമുക്കിവിടെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിലുള്ള ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും മക്കളും മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഏട്ടൻ തേഴ്സ്ഡേ നൈറ്റ് നാട്ടിലോട്ട് വന്നു. ഫ്രൈഡേ ആണ് ഇതുണ്ടാവുന്നത്. അപ്പം ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. പിന്നെ അന്ന് ഫ്രൈഡേ നിവിക്കുട്ടൻ്റെ സ്കൂളിൽ സ്പോർട്സ് ഡേ ആയിരുന്നു. സോ പാരൻസിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും വരണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചപ്പോൾ ശരി ഞാനും പോയി. നിച്ചുവിനെ ഇവിടെ മെയ്ഡിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ അങ്ങനെ പോവുകയാണ് ചെയ്തത്. ഞാൻ ആക്ച്വലി ഇവിടുന്ന് ഒരു മോർണിംഗ് 8 o'clock പോയതാണ്. അവരുടെ സ്പോർട്സ് ഡേ എന്ന് പറയുന്നത് 2 മണി വരെയാണ്. അപ്പം ഞാൻ ഒരു മാക്സിമം ഒരു 12:30 ആയപ്പോൾ ശരി പോവാന്നുള്ള രീതിയിൽ ഗ്രാബൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഗ്രാബ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ചില സമയങ്ങളിൽ ഇവിടെ ഗ്രാബ് കിട്ടാൻ ഭയങ്കര ലേറ്റ് ആവും. കാരണം എന്താ വെച്ചാൽ ട്രാഫിക് കൂടുമ്പോൾ ഈ ഗ്രാബുകാർ അക്സെപ്റ്റ് ചെയ്യാനും ലേറ്റ് ആവാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഞാൻ നോക്കി ഏകദേശം ഒരു മണിയൊക്കെ ആയപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി. മോന് ഫുഡൊക്കെ കൊടുത്ത് ജസ്റ്റ് പ്രോഗ്രാം റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഞാൻ ചെയറിലാണ് ഇരിക്കുന്നത്. മോൻ അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, നമുക്ക് ശരിക്കും ഒരു തല കറങ്ങുന്നില്ല, ആ ഒരു ഫീലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ തൊട്ട് മുമ്പത്തെ ആഴ്ച ഇവിടെ ബ്ലഡ് ഡൊണേഷൻ ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഷോർട്സ്. അപ്പോൾ ബ്ലഡ് ഡൊണേഷന് പോയതുകൊണ്ട് ഇനി എന്തെങ്കിലും അതുകൊണ്ട് ബ്ലഡ് കുറവായതുകൊണ്ട് ചിലപ്പോൾ എനിക്ക്